രാവിലെ തന്നെ സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ, നെക്സ്റ്റ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടുന്ന് അവൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മുടിയുടെ അവിടെ ഇങ്ങനെ ഒരു സംഭവം മുടി ഇങ്ങനെ വന്നിട്ടേ 2 സൈഡിൽ മുടി ഇങ്ങനെ നടുക്കിലായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അത് തീരെ ഇരിയാലും അങ്ങനെ ശരിയാവാറില്ല. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ കഷ്ടപ്പെട്ടിട്ട് അത് സൈഡിങ് ആക്കാൻ നോക്കണം കേട്ടോ മുടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ അവനങ്ങനെ ആവുന്നില്ല. അപ്പോൾ നേരിട്ട് ജസ്റ്റ് ആള് കുറേ കഷ്ടപ്പെട്ടിട്ട് അതൊന്ന് സൈഡിക്ക് ആയിട്ടുണ്ട്. അതിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാൽ മുടി അങ്ങനെ കുറച്ച് ദിവസമായിരിക്കുന്നെങ്കിൽ ഇല്ലേ ക്രീമിച്ചിരിയൊക്കെ തന്നെയാണില്ലേ എന്ത് റൈസില്ലേ. അപ്പോൾ അവരിങ്ങനെ നോക്കൊക്കെ പറഞ്ഞിട്ട് അവർ ഫോട്ടോ എടുപ്പിക്കുക. അതിന് 3 വയസ്സായി 3 വയസ്സായി സ്കൂളിൽ ചേർത്താൽ 4 വയസ്സിൻ്റെ ഉള്ളിൽ ചേർത്തണം. എന്നെ പോണ സ്കൂളിൽ 5 വയസ്സിന് അവിടെ ചേർത്തണം. ഞാൻ സ്കൂളിൽ ചേർത്തണം. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ വെയിറ്റ് വേറൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പക്ഷെ അത് അവർ ഫോണിൽ അയച്ചുതരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. നേരെ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മോൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്തന്നെ അക്ഷയ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ നടക്കാനുള്ളൂ അക്ഷയക്ക്. അപ്പം ഞങ്ങൾ ഐസം ആദമിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അപ്പം ഇതും നമുക്കിവിടുന്ന് കോപ്പി എടുത്തിട്ട് നമുക്ക് നേരെ പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ എടുത്തു. നമ്മൾ ഫോട്ടോ എടുത്തു, ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുത്തു. അങ്ങനെ നമ്മൾ സ്കൂളിൽ ചേർത്താൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ആദ്യമേ പിന്നെ നഴ്സറി പോകണത് ഇഷ്ടമല്ല ഇപ്പോൾ. കാരണം നഴ്സറി ഇപ്പോൾ അവൻ കുറേ പോയിട്ട് അവനിപ്പോൾ ഞാൻ ഈ സ്കൂളിൽ മാത്രമേ പോവുള്ളൂ, ഞാൻ അൽഫിത്തറിൽ മാത്രമേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ ചേർത്താൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടോ. അതാണ് ഞങ്ങൾ അൽഫിത്തർ എന്ന് പറഞ്ഞത് ഞങ്ങൾ സ്കൂളിലിട്ടാണ് ഞങ്ങൾ ആദ്യമേ ചേർത്താൻ പോണ സ്കൂളാണിത്. അപ്പം നമ്മൾ ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ബ്ലാങ്ങാടാണ് കേട്ടോ. ബ്ലാങ്ങാടാണ് നമ്മൾ ഈ സ്കൂളുള്ളത്. പിന്നെ ഞങ്ങൾ ഫാമിലി എൻ്റെ ഒരു ബ്രദറിൻ്റെ മോളെ കൂടെ പഠിക്കുന്നുണ്ട്. അടിപൊളിയാട്ടോ പഠിപ്പൊക്കെ. നമ്മൾ ഇസ്ലാമിക് ആയിട്ടുള്ളതായാലും സ്കൂളത്തെ പഠിപ്പായാലും രണ്ടും അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ ഫാമിലിയിലുള്ളവരൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരതൊക്കെ നമുക്ക് കണ്ടിട്ടും അവരുമാർ പറയണ കേട്ടിട്ടും നമുക്കറിയാം. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ചേർത്താൻ വിചാരിച്ചിട്ട് വന്നത്. പിന്നെ ഇവിടെ 4 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ എടുക്കില്ല കേട്ടോ. നമ്മൾ 4 വയസ്സിന് മുമ്പ് നമ്മൾ ചേർത്തണം. അപ്പം നമ്മൾ ആദമിനോട് ആദമ നിൻ്റെ സ്കൂളെത്തിയിട്ടോ എന്നൊക്കെ പറഞ്ഞ് അവന് ഇതാണ് അൽഫിത്തർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളിച്ച് ചോദിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം ചെരുപ്പൊക്കെ ഒരുക്കിയിട്ട് കയറാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഒരു അഡ്മിഷൻ എടുക്കാനാന്ന് പറഞ്ഞപ്പോൾ അവരവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്യണ്ടായിരുന്നു. അതൊക്കെ ഫില്ല് ചെയ്തു. നമ്മുടെ ആദമിനെ അവർ യൂണിഫോം ഇട്ടുകൊടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇട്ടുനോക്കിയിട്ട് സൈസ് നോക്കാൻ വേണ്ടി തന്നാ കേട്ടോ. അപ്പോൾ അവനക്ക് അതൊക്കെ ഇട്ടുകൊടുത്ത് അവനക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവനക്ക് ഭയങ്കര ഇഷ്ടമായി. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവന് യൂണിഫോമൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക അവിടെ അഡ്മിഷൻ ഫീസ് വന്നത് 6300 കേട്ടോ അഡ്മിഷൻ ഫീസ് വന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഫീസ് വരുന്നത് വെച്ചാൽ 3 ടേമായിട്ടാണ് വരുന്നത്. 5800 വെച്ചിട്ട് ഒരു ടേമിൽ 5800 വരുന്നത്. അപ്പോൾ എന്താ പറയുക അവിടുത്തെ എല്ലാ ഡീറ്റെയിലും ഞങ്ങൾ അവിടെ ചോദിച്ചു. എന്താ പറയുക നമ്മളെ മമ്മേന് ഭയങ്കര സന്തോഷമായി. കാരണം അവൻ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഏത് സ്കൂളിൽ ചേർത്താണെന്നൊക്കെ എല്ലാവർക്കും ഞങ്ങൾ അൽഫിത്തറിലൊക്കെ പറയുമ്പോൾ അവനക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അൽഫിത്തറിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന സന്തോഷം ഇഷ്ടമൊക്കെ നമുക്ക് ചേർത്തുമ്പോണ്ടോയെന്ന് നമുക്ക് എന്തായാലും കാണാം കേട്ടോ. എനിക്ക് എന്താ വലിയതൊന്നും തോന്നണില്ല. നമുക്ക് എന്തായാലും അപ്പം കാണാം. പിന്നെന്താ സ്കൂൾ വണ്ടി അവിടെ നിന്നുണ്ട്. പിന്നെന്താ ഞങ്ങൾക്ക് ഇവിടെ എൻ്റെ കസിൻസ് ഞങ്ങളെ ഫാമിലിയുള്ളവരൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്കൂളിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് ആദമിന് ഭയങ്കര സന്തോഷമായിട്ടോ. നമുക്ക് ചേർത്തിന്ന് പറഞ്ഞിട്ട് ഇക്കാനോട് എന്താ ചിരിക്കുക കുമ്പൊടുക്കലും ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ബാങ്ക് കൊടുക്കണം കേട്ടോ. ബാങ്ക് കൊടുക്കുന്ന സമയമായപ്പോൾ ഉണ്ട് മുംബൈൻ്റെ അത്ര 3 കുട്ടികൾ ബാങ്ക് കൊടുക്കണ്. എന്താ പറയുക അവർ LKG UKG പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നത്. അവർ ബാങ്ക് കൊടുത്ത ശേഷം ചെല്ലേണ്ട ദുവ ഒരു കുട്ടി ബാങ്ക് കൊടുക്കണ്. അതിന് ശേഷമുള്ള മറ്റുള്ള കുട്ടികളൊക്കെ ദുവ ചൊല്ലണത്. അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ അത് ഇത്രയും ചെറിയ മക്കൾ ഇങ്ങനെയൊക്കെ ചെല്ലാന്ന് പറയുമ്പോൾ
ഇക്ക പറഞ്ഞ് നമുക്കറിയാത്തത് നമ്മളെ മോൻ വലുതായി നമുക്കറിയാത്തത് അവനോട് ചേർന്ന് നമുക്ക് പറഞ്ഞിരുന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നിട്ട് നേരെ ഞങ്ങൾ വന്നത് താത്തമ്മയുടെ വീട്ടിലേക്കാട്ടോ. ഇക്ക ലീവായി കഴിഞ്ഞാലാണ് ഞങ്ങൾ ഫാമിലി വീട്ടിലേക്കൊക്കെ പോവുക. അപ്പോൾ ഞങ്ങൾ ഇക്കാടെ മൂത്തുമ്മയുടെ വീടാട്ടോ, ഇക്കാടെ ഉമ്മയുടെ താത്താടെ വീട്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ എപ്പോഴും ലീവായിക്കാൻ ഞങ്ങൾ വരുന്ന സ്ഥലമാണിത്, താത്തമ്മയുടെ വീട്ടിലേക്കാണ് വരിക. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളോട് ഫുഡ് കഴിക്കാണ്ട് പോകണ്ട, ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് താത്തപ്പ എന്നാ പറയുക, മൂത്താപ്പനെ വിളിക്കുന്നതാണ് താത്തമ്മയും താത്തപ്പേട്ടാ. അപ്പോൾ താത്തപ്പ വരുമ്പോൾ ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുക്കുന്നു. അപ്പം നമ്മുടെ ആദമും ഇവിടെ ബോളായിട്ട് കളിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഇവിടെ മൂപ്പരാൾ ഭയങ്കര കളിയിലാണ്. എന്നിട്ട് മൂപ്പരാൾ വന്നിട്ട് സ്കൂളിൽ ചേർത്ത് വിശേഷമൊക്കെ പറഞ്ഞു കേട്ടോ. വെല്ലമോളെ ഞാനിവിടെ താഴെ ഇരുത്തിയപ്പോൾ അവളും അവനായിട്ട് നല്ല കളിയിലാണ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഇവിടെ തന്നെയാണ് ഇക്കടെ മാമാടെ വീടും ഉമ്മയുടെ വീട് ഇവിടെ തന്നെയാണ്, തിരുവത്രയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ട്, നല്ല ചിക്കൻ ബിരിയാണി ആയിട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് എന്താ പറയുക, നമ്മൾ ലീവായി കഴിഞ്ഞാൽ ഞങ്ങൾ ലീവായി കഴിഞ്ഞാൽ കേട്ടോ ഫാമിലി വീട്ടിലേക്കൊക്കെ ഒന്ന് പോകും കേട്ടോ. ഞങ്ങൾ എല്ലാ പ്രാവശ്യം ലീവായി കഴിഞ്ഞാലും ഞങ്ങൾ പുറത്ത് പോകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്താ പറയുക ഫാമിലി വീട്ടിലേക്കൊക്കെ ഒന്ന് കറങ്ങാൻ പോകും. നമ്മൾ എല്ലാം നടക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ബിരിയാണി ഒന്നും കഴിച്ചില്ലേലുള്ള കാരണം അവൾ ഫുഡ് കഴിച്ചില്ല. ആദം കഴിച്ചു. പിന്നെ നമ്മൾ എല്ലാവർക്കും വെറുംചോറാട്ടോ കൊടുത്തത്, വെറുംചോറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് എല്ലാം മോളിക്ക് നമ്മൾ ഫുഡ് കൊടുത്തു. അത് നമ്മൾ ആദമും ഫുഡ് കഴിച്ചു. നമ്മൾ എല്ലാം എന്നിട്ട് ആദമിനായിട്ട് കളിക്കട്ടോ. മൂപ്പരാൾ ഡാൻസ് കളിക്കണോ എന്താണെന്നറിയില്ല. മൂപ്പരാൾ നമ്മൾ ആദമിനായിട്ട് നല്ല കളിയിലാണ് കേട്ടോ ഇവിടെ. അങ്ങനെ കുട്ടികളതും ഞങ്ങളെ ഫുഡ് കഴിക്കലും എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊണ്ട് എന്തൊക്കെയോ കാട്ടുകൾ നിങ്ങൾ കണ്ടോ, എന്തൊക്കെയോ പോസ്റ്റുകളാണ് ഈ കാണിക്കുന്നത്, നിങ്ങൾ കണ്ടില്ലേ? എന്ത് തന്നിട്ടാണോ നിങ്ങൾക്ക് കാട്ടം കണ്ടില്ല അവന്. അങ്ങനെ ഞങ്ങൾ താത്തമ്മാടെന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ മാമാടെ വീട്ടിൽ പോയത്. മാമാടെ വീടാണേക്കാണ് എനിക്കപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മാമാടെ അവിടെ കയറി, മാമ അവിടെ ഉണ്ടായിരുന്നില്ല. മാമേനായിട്ട് സംസാരിച്ചിട്ടൊക്കെ കുറച്ചേരം അവിടെ ഇരുന്നു. എന്നിട്ട് എന്താ പറയുക, ചായ കുടിക്കാനൊന്നും ഇരുന്നില്ല കേട്ടോ. കാരണം എന്താ പറയുക, ഇനി വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഇതുപോലെ ഇനി ഫുള്ള് കറങ്ങണ്ടല്ലേ, ഇനി ഇവിടെ ഇരുന്ന് സമയം വെറുതെ ഉണ്ടാക്കി നാളെ ബസ്സിൽ കയറണം. ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരോടും അവരവരൊക്കെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഇനി ബീച്ചിൽ പോവുക, ഇനി എവിടെക്കാ പോകേണ്ടത് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ബുള്ളറ്റും ഇരുന്നിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം മോളിത് ഇക്കാനിങ്ങനെ എത്തിച്ച് നോക്കിയിട്ട് ഇക്കടെ ഹെൽമെറ്റിൽ ഇങ്ങനെ പിടിച്ചടിക്കുക കേട്ടോ. അവൾക്കുള്ള പരിപാടിയാണത്. പിന്നെ ഞങ്ങളിത് ഈ വഴി നേരെ വന്നിട്ട് നമ്മളെന്താ പറയുക, കാറ്റാടി മരങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല രസമല്ലേ. നമ്മൾ കടലിൻ്റെ അവിടെയാണ് കേട്ടോ. ഇവിടെ കുറേ എന്താ പറയുക ഫോട്ടോഷൂട്ട് നടക്കാറുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഞങ്ങളിവിടെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. നല്ല രസമുണ്ട്. കടലിൻ്റെ അവിടെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. അതുപോലെ മമ്മീനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അവിടെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മരത്തോടെ ഇങ്ങനെ ഇരിക്കണ ഭാഗം ഒരു കെട്ടി വെച്ചിട്ടൊരു ഭാഗമുണ്ട്. ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇല്ല, ചെക്കന്മാരൊക്കെ വന്ന് കമ്മിനോട് ചിരിക്കാൻ വേണ്ടി കെട്ടുന്നു. ഞങ്ങൾ അവിടെയൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇപ്പം അതൊക്കെ കാണില്ല കേട്ടോ. അവിടെ ആദ്യമൊക്കെയാണ് അതവിടെ ഉണ്ടായിരുന്നത്. ഇത് കാണാൻ നല്ല രസമുണ്ട്. എനിക്കിഷ്ടമാണ് ഈ വഴി ഇങ്ങനെ പോകാൻ. അങ്ങനെ പോകുമ്പോഴാണ് ഞമ്മൊരു സംഭവം ഇവിടെ കണ്ടത് കേട്ടോ. നിറയെ പുക കണ്ടില്ല നിങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വല്ല അടുത്ത വീടുകളൊക്കെ ഉള്ളല്ലേ, അവിടെ എങ്ങാനും തീയിട്ടതായിരിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്കാ പറഞ്ഞത് തീയിട്ടതല്ല, എന്താ ഇവിടെ തീ പിടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു അവിടെ എന്ന് പറഞ്ഞേ. അങ്ങനെ അവിടെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു ഭാഗം, ആ ഒരു ഭാഗം മാത്രം തീ പിടിച്ച് പോലെയിട്ട് പുകയായിട്ട് കാണുന്നത്. പിന്നെ അവിടുത്തെ മുന്നോട്ട് പോകുന്തോറും കുറേ ഭാഗത്ത് ഇങ്ങനെ കത്തിയിട്ട് നിറയെ പോകാം. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഫയർഫോഴ്സിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. തീ അണക്കാൻ വന്നിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ചെറിയ തീപിടുത്തല്ല, വലിയ തീപിടുത്തമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ,
ഇവിടെ തീപിടുത്തം ആണ് നടന്നിട്ടുള്ളത്. കുറേ നല്ലോണം തീ കത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആ ഒരു സൈഡ് മാത്രം വിചാരിച്ച് നോക്കുമ്പോൾ അല്ല, ആ ഒരു അറ്റത്ത് നിന്ന് തീ പടർന്നു വന്നിട്ടുള്ളതാണ്. നല്ലോണം തീ കത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെറിയൊരു തീവ്രതയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു എന്താ പറയുക, ഒരറ്റത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, ആ ഒരറ്റത്തു നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. നല്ല രീതിക്ക് തീ പടർന്ന് കത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഇറങ്ങാനിപ്പോൾ ഒരു രക്ഷയില്ല, കാരണം നല്ല ചുട്ട വെയിലാണ് ഗൈസ്. അതൊന്നും നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം കടലിൽ ഇറങ്ങാൻ പറ്റിയ നല്ല ടൈമാണ്. ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം നല്ല വെയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എവിടെയും കയറിയില്ല കേട്ടോ. ഇനി ഞങ്ങൾ പോയോണ്ടിരിക്കുമ്പോഴാണ് അവിടെ ദേ പൊളിച്ചിട്ടിരിക്കുന്നു, റോഡ് പൊളിച്ചിരിക്കുന്നത്. അതിലെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ തിരിഞ്ഞു പോയിട്ടോ. അത് ഞങ്ങൾ കുഞ്ഞുമാർക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വഴി കണ്ടത്. അവിടെ പൊളിച്ചിട്ട കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, ചാവക്കാട് ബീച്ചിൽ പോയി. ആദ്യമിനി ബീച്ചിൽ പോകണം, പാർക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നല്ല വെയിലാണ്. പക്ഷെ കുട്ടിപ്പാർക്കിൽ സന്തോഷമായ അപ്പം ആദ്യം ഓട് അതെടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലോ ബീച്ചിൽ പോകാൻ. പക്ഷേ ഈ വെയിലത്ത് പോകാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കേറിയാ മതില്ലേ, കടലിന്റെ ഉള്ളിലേക്ക് വേണ്ട അല്ലേ. നായ വരുന്നുണ്ട് കേട്ടോ. എന്നെ ആര് പിടിക്കും? എന്റെ മോ സൂപ്പർമാൻ ഒക്കത്തെ കയറും. കണ്ടിക്കുന്ന മോനെ സന്തോഷം. മുഹമ്മദല്ലേ ഇരിക്കണേ? അതെ മുഹമ്മദ് ഇരിക്കണ. അതൊക്കെ ഇത് മുഹമ്മദ്. അതൊക്കെ അതൊക്കെ അറിയാലോ. നമ്മുടെ ആദ്യം പാർക്കിലെ തവളനെ കണ്ടിട്ട് ഇക്കേന് അവനാണ് ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തി തരുന്നുണ്ടാ കാണുന്നത്. പാർക്കി ബൈക്ക് ഞാനൊന്നല്ല ഈ അടിക്കാൻ തന്നെ മതി. അടിക്കല്ല, അതാ ഒന്ന് വായെന്ന് പറഞ്ഞിരിക്കണേ. ഓക്കെ തുമ്മിച്ച് അടിക്കുക പറഞ്ഞത്.
കേട്ടോ ഗൈസ്. കാരണം ഭയങ്കര ചൂട്, നമുക്ക് നോക്കാൻ തന്നെ പറ്റണില്ല. കണ്ണിങ്ങനെ എന്തോ ഇട്ടു തന്നെ. മുംബൈന് എന്തായാലും ഈ വഴി വന്നാലേ പിന്നെ അതമിനെ പാർക്കിലും കയറണം, കടലിൽ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. നല്ല വെയിലായിരുന്നു. എന്താ പറയുക, കടലിൽ ഇറങ്ങാനോ അതുപോലെ നമ്മുടെ അവിടെ മറ്റേ ബ്രിഡ്ജ് ഉണ്ടല്ലോ, മറ്റേ പുതിയത്, അതിൽ കയറാനോ ഒന്നിനും പറ്റില്ല. കാരണം ഭയങ്കര ചൂട്, നല്ല വെയിൽ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ചൂടും വെയിലും നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ കടുപ്പപ്പെട്ട വെയിലാണ്. ഞാൻ വിചാരിച്ചല്ലോ ഇവരൊക്കെ എങ്ങനെ ഇരിക്കും നിൽക്കണത്, കാരണം ഭയങ്കര ചൂടല്ലേ. അപ്പോൾ നമ്മൾ എല്ലമോള് പാവം, അവൾക്കും നല്ല വെയിൽ, കുട്ടി കിടന്ന് ഉറങ്ങിയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, നമുക്ക് ഇവിടുന്ന് തിരിച്ച് പോകാമെന്ന് വിചാരിച്ച്. ആദ്യമിന് പിന്നെ കടലിൽ ഇറങ്ങണമെന്ന് വെച്ചപ്പോൾ എനിക്ക് വേണ്ടാന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇന്നലെ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് അവിടുന്ന് ഞങ്ങൾ തിരിച്ചു കിട്ടുക. മമ്മേനോട് പറഞ്ഞു നമുക്ക് വെയിൽ കുറഞ്ഞിട്ടൊക്കെ വരാട്ടോ മമ്മതേ നഫീക്ക പറഞ്ഞപ്പോൾ അവൻ കേട്ടു. അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിൽ നിന്ന് ഞങ്ങൾ പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെയിലായ കാരണം തന്നെ ബീച്ചിൽ അധികം നേരം നിന്നില്ല. വേഗം ഞങ്ങൾ തിരിച്ചു പോകുന്നതൊക്കെ പറഞ്ഞ് നമുക്കിനി നാളെ ചിലപ്പോൾ ഞാൻ ബസ്സിൽ കയറും, അല്ലെങ്കിൽ നമുക്കിനി വൈകിട്ട് എങ്ങാനും വരാം, വെയിൽ കുറയട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം 3-3:30 4 മണിയൊക്കെ ആവാറുണ്ടാലും നല്ല വെയിലാണ്. അതുകൊണ്ടൊക്കെ പറഞ്ഞു എന്താ പറയുക നമുക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോരുണ്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാൻ പാലൂർ പോവാണ്, ചെക്കന്മാരടുത്തേക്ക് പോവാണ്, അപ്പോൾ നിന്നെ കുഞ്ഞുമാടോടാക്കി തരട്ടെന്ന് വെച്ചു. നമുക്ക് എന്തായാലും കുഞ്ഞുമാട് പോകണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ കുഞ്ഞുമാടാക്കി തരാം, നീ അവിടെ ഇരുന്നോ, ഞാൻ വൈകിട്ട് വിളിക്കാൻ വരാം, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ വരാം നിന്നെന്നാണ്. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുമാട് വീട്ടിലെത്തി. അപ്പോൾ കുഞ്ഞുമാട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ട്. കുഞ്ഞുമാക്ക് ചെടിപ്പിരാന്തുള്ള ഒരാളാണ്. ഓരോ ടൈമിലും ഓരോ ചെടികളാട്ടോ, ഓരോ സീസണിലാണ് ഓരോ ചെടി എന്ന് പറഞ്ഞ പോലെ നല്ല ഭയങ്കര ചെടികളാട്ടോ. എനിക്ക് തരുന്ന ചെടിയൊക്കെ എൻ്റെ കുഞ്ഞുമ്മ തരുന്നതാണ്. ചെടിയും ചെടി ചട്ടിയൊക്കെ എനിക്ക് കുഞ്ഞുമ്മയായിട്ടോ തരിക. അപ്പോൾ നമ്മൾ എല്ലമ്മോട് ഇങ്ങനെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇക്കാനും എന്തായാലും വിളിച്ചാൽ ഇക്ക എന്തായാലും ഫോൺ ചുടുക്കില്ല, ഇക്ക എന്തായാലും വരാൻ, ഇക്ക വരും വിളിക്കാൻ. അപ്പോൾ വൈകിട്ട് വരാമെന്നാണ് പറഞ്ഞത്. ഇക്ക എന്തായാലും വൈകിട്ട് വരണ വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യണ്ടേ. കുഞ്ഞുമാനായിട്ട് കുറേ ദിവസമായി. അപ്പോൾ കുഞ്ഞുമാനൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരുന്ന്, കുഞ്ഞുമ്മ ചെടിക്ക് നനയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങളിവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടോ. ചായയും കായനൂർക്ക് ചിപ്സും സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ ചായ കുടിച്ചു. ആദമും കഴിച്ചു. അപ്പം ഞങ്ങളങ്ങനെ ഇവിടെ തൊട്ടപ്പുറത്ത് പശു ഉണ്ട് കേട്ടോ, തൊട്ടടുത്ത വീട്ടിൽ പശുക്കുട്ടി നിൽക്കണ കണ്ടു. അപ്പം നമ്മുടെ ആദമിന് എല്ലാനും ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പശുക്കുട്ടിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എല്ലാവർക്കും പേടിയായിട്ടോ. കാരണം എല്ലാവർക്കും പശുവിനെ കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, അവൾക്ക് പേടിയായിട്ട്. ആദ്യം അതിനവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലമോൾ എൻ്റെ ഒക്കത്തേക്ക് തന്നെ കയറിയിട്ടോ. അവൾ എന്നെ കൊണ്ട് ഇടിപ്പിച്ച് അവൾ നടക്കണോടത്തുനിന്ന് എൻ്റെ മേത്തനെ കയറി പശുവിനെ കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ ആദമ് അവിടെ നിന്ന് ഓടിട്ടോ. തള്ളാനെ കണ്ടപ്പോൾ നമ്മൾ ആദമ അവിടെ നിന്ന് ഓടി. ഇത് എൻ്റെ തള്ളപ്പശു അവിടെ നിന്ന് കിടന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഇടാ എന്നെ കുത്താൻ വരിട്ടാന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാൾ അവിടെ നിന്ന് ഓടിയിട്ടാ. എന്നിട്ട് മൂപ്പരാൾ അവിടെ ചെന്ന് നിൽക്കണ കണ്ടില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു മമ്മേനോട് ഞാൻ ഇക്ക എപ്പോഴാണ്ടാ വരിക എന്ന് ചോദിച്ചു. അപ്പോൾ ഇക്ക മമ്മത് പറഞ്ഞിട്ട് ആവോ എനിക്കറിയില്ലല്ലോ മുച്ചേ എന്ന് പറഞ്ഞു. കണ്ടില്ലേ ഗൈസ്, നമ്മൾ ഇക്ക പറഞ്ഞ സമയം വൈകിട്ട് വരളൂ എന്ന് പറഞ്ഞത് കറക്റ്റാണ്. ഞങ്ങൾ കുറച്ച് വൈകിയേ വന്നുള്ളൂ. രാത്രി 8:30-9 മണിയാണോ നേരത്താണ് ഞാൻ വിളിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ പോയിട്ട് ഇപ്പോഴാണ് ഞാൻ വിളിക്കാൻ വന്നത്. ഇപ്പം വരാം, വൈകുന്നേരം വരാം എന്നൊക്കെ പറഞ്ഞ് കുട്ടനെ ബീച്ചിൽ വെയിലാറിട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ ആളാണ്. വരുമ്പോൾ ഈ ടൈമായി പണ്ട് കാര്യമില്ല. കാരണം അവർ ചെക്കന്മാരൊക്കെ കാണുമ്പോൾ അവരവിടെ ഇങ്ങനെ കമ്മൻ അടിച്ചിരിക്കുമല്ലോ, സ്വാഭാവികം. അപ്പോൾ ഞങ്ങൾ നേരെ എന്നിട്ട് പറഞ്ഞു ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ എന്തായാലും പറ്റില്ല, ഇപ്പോൾ 9 മണി ആവാറായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓക്കെ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പം ഞങ്ങൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.